നമസ്കാരം. ജയിലിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് വിയ്യൂർ ജയിലിൽ നിന്നും തവന്നൂർ ജയിലിലേക്ക് മാറ്റിയ കൊടി സുനി അവിടെയും ജയിൽ അധികൃതർക്ക് തലവേദന. സഹതടവുകാരന്റെ ഫോൺ കാർഡ് തട്ടിയെടുത്ത് മറ്റൊരാളെ ഫോൺ വിളിച്ച കുറ്റത്തിന് കൊടി സുനിക്കെതിരെ വീണ്ടും അന്വേഷണം വന്നിരിക്കുകയാണ്. അനധികൃതമായി ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം വന്നിരിക്കുന്നത്. തടവുകാർക്ക് ഫോൺ വിളിക്കണമെങ്കിൽ പോലീസ് നിരീക്ഷണത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് മറികടക്കാനാണ് സഹതടവുകാരന്റെ ഫോൺ തട്ടിയെടുത്ത് സുനി ഫോൺ വിളി നടത്തിയത്. ഇത് ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നടപടിക്ക് നിർദ്ദേശിക്കുകയുമായിരുന്നു. ജയിലിലെ ജോയിന്റ് സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കൊടി സുനിക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയിൽ അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണിത്. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിച്ചതിനും സുനിക്കെതിരെ വിവിധ കേസുകളുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലും പ്രതിയാണ് സുനി. കയ്യിലെ ചരട് അഴിച്ചു മാറ്റണമെന്ന് കഴിഞ്ഞ മാസം തവന്നൂർ ജയിൽ ഉദ്യോഗസ്ഥർ കൊടി സുനിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സുനി അനുസരിച്ചില്ല. ആവശ്യം മുറുകിയതോടെ ചരട് ഊരി ജയിൽ പ്രിസൺ ഓഫീസറുടെ ദേഹത്തേക്ക് എറിഞ്ഞു. എന്നാൽ വീണ്ടും കയ്യിൽ ചരട് കെട്ടി. ഇത് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തി. കയ്യിൽ ചരട് കെട്ടിയത് വിലക്കിയതിന്റെ പേരിൽ വ്യാജ പരാതി നൽകുമെന്നും കുടുംബത്തെ അടക്കം കൊല്ലുമെന്നാണ് കൊടി സുനി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ജയിലുകളിൽ നിരന്തര പ്രശ്നങ്ങളാണ് കൊടി സുനി സൃഷ്ടിക്കാറ്. വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ സഹതടവുകാരുമായി ചേർന്ന് കലാപമുണ്ടാക്കാൻ സുനി ശ്രമിച്ചിരുന്നു. ഇത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ജയിൽ മാറാനുള്ള സുനിയുടെ നീക്കത്തിന് ജയിൽ അധികൃതർ കുടപിടിച്ചെന്നായിരുന്നു ഉയർന്ന ആക്ഷേപം. ഇതിനെ തുടർന്നാണ് 2023 നവംബർ 9 തവന്നൂർ ജയിലിലേക്ക് സുനിയെ മാറ്റിയത്. സുനിയെ അധിക സുരക്ഷയുള്ള ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് തവന്നൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മേലുദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും ഈ കത്തിൽ വലിയ നടപടി ഉണ്ടായില്ല. കൊടി സുനിക്ക് ജയിലിനകത്തും പുറത്തും സഹായം ലഭിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് നേരത്തെ DIG വി ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ ജയിലിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. മൊബൈൽ ഫോണും മറ്റും ഈ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. UDF സർക്കാരിന്റെ കാലത്താണ് TP വധക്കേസിൽ കൊടി സുനി അടക്കമുള്ള CPM കൊട്ടേഷൻ സംഘം ഒന്നാകെ കുടുങ്ങിയത്. ഈ കേസിൽ സുനിക്കൊപ്പമുള്ളവർ വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. TP വധക്കേസ് പ്രതികളെ ജയിലിൽ നിന്നിറക്കാൻ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ശ്രമം വന്നെങ്കിലും UDFിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനെ തുടർന്ന് സർക്കാർ പിൻവലിയുകയായിരുന്നു. എന്നാൽ അപ്പോൾ ലഭിച്ചിരുന്ന കരുതൽ സുനിക്കിനി ലഭിക്കാൻ ഇടയില്ല. ഭരണമാറ്റത്തിന്റെ തണലിൽ കൊടി സുനിക്കെതിരെ ഇനി കർശന നടപടി തന്നെ വന്നേക്കും.